പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജാനുവരി മാസം 10-ാം തീയതി ഈ പുതുവർഷത്തിൻ്റെ 10-ാമത്തെ ദിവസം പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചതല്ലേ. ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഇന്നലത്തെ സഭായോഗത്തെ അനുഗ്രഹമാക്കി തീർത്ത കർത്താവിന് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കരമുയർത്തി കർത്താവിനോട് നന്ദി പറ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയതിനായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ആമേൻ. താങ്ക് യു ലോർഡ്. ഈ പ്രഭാതത്തിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന, ഈ പകൽക്കാലം അത്ഭുതമായി നടത്തുന്ന, നമ്മുടെ ആവശ്യങ്ങളെല്ലാം കൂട്ടായിട്ടിരുന്ന് നമ്മളെ സഹായിക്കുന്ന നല്ല കർത്താവിന് കരങ്ങൾ ഉയർത്തി പറ. കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കുമുള്ളതാകുന്നു. കർത്താവ് തന്നെ വാക്ക് മാറ്റാത്ത കർത്താവാകുന്നു. നമ്മുടെ കർത്താവ് കരുണയും കൃപയും ഉള്ളവനാകുന്നു, ദീർഘക്ഷമയും മഹാദയും ഉള്ളവനാകുന്നു. മറ്റാർക്കും ഉള്ളതിനേക്കാളും സ്നേഹം നമ്മുടെ കർത്താവിന് നമ്മളോടുണ്ട്. ഹല്ലേലൂയ. നല്ല കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം അപ്പ, നന്ദിയോടെ സ്തോത്രം അപ്പ, നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, മാന്നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ആമേൻ ആമേൻ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ആമേൻ. ദൈവമേ, എൻ്റെ ആത്മാവ് കർത്താവിനോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. അപ്പം 42-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ പ്രഭാതത്തിൽ കർത്താവിനോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കണം. കർത്താവിനോട് അടുത്തിരിക്കുവാനുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കണം. കർത്താവിനോട് ചേർന്ന് നടക്കും തോറും ആമേൻ ദൈവിക അനുഗ്രഹത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയും. കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ദൈവ സാന്നിധ്യം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യും. എവിടെ ദൈവ സാന്നിധ്യമുണ്ടോ അവിടെ സമൃദ്ധിയുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ സ്വസ്ഥതയുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നീർത്തോടിനായി കാംക്ഷിക്കുന്നത് പോലെ നമ്മുടെ ഉള്ള മറ്റൊന്നിനും വേണ്ടിയല്ല കാംക്ഷിക്കേണ്ടത്. പൈസയ്ക്ക് വേണ്ടിയോ ഈ ലോകത്തിലെ മറ്റെന്തെങ്കിലുമായ ആമേൻ അതല്ല ആഗ്രഹിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു, കർത്താവേ എനിക്ക് അങ്ങയുടെ സാന്നിധ്യമാണ് വേണ്ടത്. മോശയോട് ചോദിച്ചു. മോശ പറഞ്ഞു, ഞാൻ പോകാം, പക്ഷേ എനിക്ക് നിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ വേണം. മോശയ്ക്കറിയാം സാന്നിധ്യമുണ്ടോ, എല്ലാമുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ പ്രാർത്ഥിച്ചാട്ട് കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിനകത്ത് നമ്മളെ ആക്കുവാൻ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അങ്ങയുടെ പ്രസൻസിനായിട്ട് ഞങ്ങൾ നന്ദി പറയുക. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ, അങ്ങയൊന്ന് സ്തുതിക്കുവാൻ, അങ്ങയൊന്ന് ആരാധിക്കുവാൻ ഞങ്ങൾക്ക് തന്ന ഈ കൃപയ്ക്കായിട്ട് സ്തോത്രം. ആ വലിയ പ്രസൻസിനകത്ത് ഞങ്ങളെ ഇരുത്തുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യണം. കർത്താവിൻ്റെ അത്ഭുതകരമായ സൗഖ്യത്തിൻ്റെ കരം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെക്കണം. വേദനകൾ, അസ്വസ്ഥതകൾ എല്ലാം മാറിപ്പോകട്ടെ. ശരീരം നീർക്കെട്ട് വന്ന് ഭാരപ്പെട്ടിരിക്കുന്നവർ, ശരീരത്തിനകത്ത് സ്വെല്ലിങ്, ആമേൻ ബുദ്ധിമുട്ട്, ആമേൻ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആമേൻ കാലിൻ്റെ ആംഗിളിൻ്റെ അവിടെയുള്ള ആ നീർക്കെട്ടുകൾ മാറിപ്പോകട്ടെ. ശരീരത്തെമ്പാടുമുള്ള നീർക്കെട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറി നിൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരായി തീരട്ടെ. പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും സ്വസ്ഥതയും പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ആമേൻ മുടി കണ്ടമാനം പൊഴിഞ്ഞു പോകുന്നു. അത് മുഖാന്തരം ആമേൻ മനസ്സിന് ഭയങ്കര ഭാരം അനുഭവിക്കുന്നവർ ഇന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ആ മുടി കൊഴിച്ചിൽ എന്നേക്കുമായി സ്റ്റോപ്പാകട്ടെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ മുടി കൊഴിച്ചിൽ എന്നേക്കുമായി സ്റ്റോപ്പാകട്ടെ. ഇടയ്ക്കൊന്നും മുടി വട്ടം പോകുന്നത് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതിന്മേൽ അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് ഇടവരുത്തണം. ഇടയ്ക്കൊന്ന് മുടി വട്ടമായി പൊഴിഞ്ഞു പോകുന്ന ആ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. അത്ഭുത സൗഖ്യം നടക്കട്ടെ. മുടി കൊഴിഞ്ഞു പോകുന്നത് മാത്രമല്ല, വൃത്തികേടായിട്ട് വട്ടത്തിൽ മുടി പൊഴിഞ്ഞു പോകുന്നതും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്റ്റോപ്പാകട്ടെ. ആ പൈശാചിക ഇൻഫ്ലുവൻസുകളെല്ലാം വിട്ടുപോട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ സാമ്പത്തികമായ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ കൃപയുണ്ടാകണം. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ബിസിനസ്സിനകത്ത് ഒരു ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ. കർത്താവിൻ നന്മകൾ അവരിലേക്ക് ഒഴുകി വരട്ടെ. അനുഗ്രഹങ്ങൾ അവരിലേക്ക് ഒഴുകി വരട്ടെ. ദൈവിക ഇടപെടലുകൾ അവരുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
അതുപോലെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ നാമം അവരിലൂടെ മഹിമപ്പെടുവാൻ ഇടവരണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കൃപയും അസാധാരണമായ ദൈവിക സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകട്ടെ. ഈ വർഷത്തിൻ്റെ 10ാമത്തെ ദിവസത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുക. ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്സിൻ്റെ ഇയറാണ്. പരിശുദ്ധന്മാവ് ഇന്ന് തന്ന ആലോചന ആമേൻ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങളാണ്. അതിനകത്ത് പറയുന്നു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിനെ നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അപ്പം ഈ 10ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചന ദൈവാത്മാവുമായിട്ടുള്ള വലിയ ബന്ധമാണ്. ആമേൻ. എല്ലാ അനുഗ്രഹങ്ങളും യേശു ക്രിസ്തുവിലൂടെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്. ആമേൻ. അത് യേശു ക്രിസ്തുവിലൂടെ പിതാവ് നമ്മളിലേക്ക് ആ അനുഗ്രഹങ്ങളെ പകർന്നു. എന്നാൽ പരിശുദ്ധാത്മാവാണ് ആ അനുഗ്രഹങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പരിശുദ്ധാത്മാവാണ് ആ അനുഗ്രഹങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. കൊരിന്ത്യലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കോ ദൈവത്തിൻ്റെ ആത്മാവ് അത് വെളിപ്പെടുത്തി തരുന്നു, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടുള്ള ഒരു അസാധാരണമായ ബന്ധം, കൂട്ടുകെട്ട് അല്ലെങ്കിൽ സഹകരണം നമ്മളെ അത്ഭുതമാക്കും, നമ്മളെ അനുഗ്രഹത്തിൽ നടത്തുവാൻ സാധിക്കും. ഇവിടെ യേശു പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ ഒരു വ്യക്തിത്വത്തെയാണ് കാണിക്കുന്നത്. അല്ലാതെ ഒരു ശക്തി തരുമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേക അനുഭവം തരുമെന്നോ അല്ല. കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ഒരു വ്യത്യസ്തനായ മറ്റൊരു കാര്യസ്ഥനെ, അതായത് കാര്യസ്ഥൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ അവൻ കംഫോർട്ടർ, കൗൺസിലർ, ഇൻ്റർസെസർ, ഹെൽപ്പർ എന്നൊക്കെയാണ് പറയുന്നത്. അതായത് കൂടെ ഇരിക്കാൻ. എന്നിട്ട് പറയുന്നത്, നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പം നിങ്ങളോട് കൂടെ ഇരിപ്പാനാണ്. അപ്പം കാറ്റിന് നമ്മളോട് കൂടെ ഇരിക്കാൻ കഴിയത്തില്ല, പക്ഷേ ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മുടെ കൂടെ ഇരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ 10ാമത്തെ ദിവസം നമ്മുടെ കൂടെ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനായിട്ട് സ്തോത്രം പറയണം. ആ പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് ഈ അനുഗ്രഹത്തിൽ ജീവിക്കുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ വാഗ്ദത്തങ്ങൾ നമുക്ക് കേൾക്കാനേ കഴിയുള്ളൂ, അതിൻ്റെ പൂർത്തീകരണം അനുഭവിക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ ദൈവവചനം വെറും ലെറ്ററുകൾ മാത്രമായി മാറും, അതായത് സാധാരണ ഒരു പുസ്തകം പോലെ. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഇരുന്ന് നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ദൈവവചനം ജീവനുള്ളതായി മാറും. ആമേൻ. അതുകൊണ്ട് ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ പുതിയ വർഷത്തിൻ്റെ 10ാമത്തെ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് ദൈവാത്മാവുമായിട്ടുള്ള അസാധാരണമായ കൂട്ടായ്മ ബന്ധം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കാരണമാകും. ഈ വർഷം പരിശുദ്ധാത്മാവിനോട് കൂടുതൽ സംസാരിക്കണം, കൂടുതൽ ഇടപെടണം. എങ്ങനെ പരിശുദ്ധാത്മാവുമായിട്ട് കൂടുതൽ ഒരു ബന്ധത്തിൽ വരുന്നത്? ഒരു വ്യക്തിയോട് എങ്ങനെ നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിയും? ആ വ്യക്തിയുമായിട്ടുള്ള സഹകരണമാണ്. ആമേൻ. അതിലൂടെയാണ് നമുക്ക് ബന്ധം ഉണ്ടാകുന്നത്. ഇതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിൽക്കുക. പരിശുദ്ധാത്മാവിനെ കുറിച്ച് അപ്പോസ്തലൻ പ്രവൃത്തി പറയുന്നു, പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ആമേൻ, ശൗലിനെയും ബർന്നബാസിനെയും വിളിച്ച വേലയ്ക്കായി വേർതിരിപ്പാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കും. എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതിൻ്റെ അർത്ഥം എന്തുവാ? പരിശുദ്ധാത്മാവ് ദുഃഖിക്കുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വേദനിക്കുവാൻ സാധ്യതയുണ്ട്. ഇമോഷനുള്ള ആളാണ്. ആമേൻ. അപ്പം അങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ആ പരിശുദ്ധാത്മാവിനെ ഇഗ്നോർ ചെയ്യാതെ സംസാരിക്കുകയും കൺസൾട്ട് ചെയ്യുകയും ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരുന്നത്. അതുകൊണ്ട് ദൈവാത്മാവുമായിട്ട് കൂട്ടായ്മ വേണോ? ദൈവാത്മാവുമായിട്ട് സംസാരിക്കണം. ദൈവാത്മാവിനോട് കാര്യങ്ങൾ ഇടപെടാൻ പഠിക്കണം, ചോദിക്കാൻ പഠിക്കണം. നടക്കുമ്പോൾ ചോദിക്കണം, ഇരിക്കുമ്പോൾ ചോദിക്കണം. ഏത് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവുമായിട്ടൊരു കൺസൾട്ടേഷൻ നടത്തണം. ചോദിക്കണം, ഹോളി സ്പിരിറ്റ്, അങ്ങെല്ലാം അറിയുന്നു, അങ്ങ് പറ, ഞാനിത് ചെയ്യണോ? ഞാനിത് ചെയ്യുന്നത് കൊണ്ട് ദോഷമുണ്ടോ? തിന്മ വരുമോ? അല്ലെങ്കിൽ അതിനകത്ത് നന്മയുണ്ടോ? എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും ഇന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കട്ടെ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു വലിയ ബന്ധം സൂക്ഷിക്കുക. ആ ഒരു ബന്ധത്തിൽ ജീവിച്ചാൽ അസാധാരണമായ ആത്മീക അനുഗ്രഹത്തിൽ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയും. കർത്താവ് നിങ്ങളെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. അവൻ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം നമ്മളെ ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്സിലേക്ക് കൊണ്ടുപോകും. കർത്താവ് അനുഗ്രഹിക്കട്ടെ.